ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ബ്ലെച്ച്ലി ഡിക്ലറേഷൻ, IREDA, ആധാർ, സ്ലിം, റാറ്റ് ഹോൾ മൈനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് കെനിയ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലെച്ച്ലി ഡിക്ലറേഷനെ കുറിച്ചാണ്. ഈ ബ്ലെച്ച്ലി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2023 സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ഡിക്ലറേഷൻ ആണെന്ന് പറയാം. ഇത് സൈൻ ചെയ്യപ്പെട്ടേക്കുന്നത് ബ്ലെച്ച്ലി പാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ വളരെ ഹിസ്റ്റോറിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേൾഡ് വാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റി ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ ബ്ലെച്ച്ലി പാർക്ക് എന്ന് പറയുന്ന ടൗണിൽ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ബ്ലെച്ച്ലി പാർക്ക് ഡിക്ലറേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് സൈൻ ചെയ്യപ്പെടുന്നത് 2023 ലോകത്തിൽ ആദ്യമായിട്ട് ഒരു AI സേഫ്റ്റി സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷനകത്ത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പോസ്ഡ് ബൈ ഫ്രോണ്ടിയർ AI എന്നാണ് പറയുന്നത്. അതായത് ഫ്രോണ്ടിയർ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒരു ഷെയർഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇതിനകത്ത് 28ഓളം മേജർ രാജ്യങ്ങൾ, എസ്പെഷ്യലി AI-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട 28ഓളം രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യ. അതുപോലെ തന്നെ AI-യിൽ നമ്മളിപ്പോൾ നിലവിലൊരു ലീഡേഴ്സായിട്ട് കണക്കാക്കുന്ന USA, ചൈന, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഉള്ള രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് സിഗ്നേറ്ററീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ കൂടെ എന്താണ് ഫ്രോണ്ടിയർ AI എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഫ്രോണ്ടിയർ AI എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസിനകത്തുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേറ്റീവ് AI മോഡൽസിനെയാണ് ഫ്രോണ്ടിയർ AI എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI മോഡൽസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കേപ്പബിലിറ്റീസും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, മിസ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തുള്ള ഫ്രോണ്ടിയർ AI എന്ന് പറയുന്ന ഏരിയ ഓഫ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്തും അതേപോലെ തന്നെ പബ്ലിക് സേഫ്റ്റിക്ക് വഴി ഇതിലുള്ള റിസ്ക് ക്രിയേറ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നൊരു സാധനമാണിത്. അതുകൊണ്ടാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് IREDA ആണ്. IREDA-യുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ PIB-ക്കകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. IREDA അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് ഓൺഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്ന് പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി ഈ IREDA-നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു ഗവൺമെൻറ് കമ്പനി മാത്രമല്ല, ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണെന്ന് മനസ്സിലാക്കി. അവരുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് പ്രൊമോട്ടിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സെറ്റിംഗ് അപ്പ് പ്രൊജക്ട്സ് റിലേറ്റഡ് ടു ന്യൂ ആൻഡ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ആൻഡ് എനർജി എഫിഷ്യൻസി ആൻഡ് കൺസർവേഷൻ. അതായത് നമ്മൾ ഈ പറയുന്ന റിന്യൂവബിൾ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പ്രൊമോഷന്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റൽ ഏജൻസിയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹെൽഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ് IREDA എന്ന് മനസ്സിലാക്കുക. ഇത് 1987 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിനിപ്പോൾ നിലവിൽ ഒരു മിനി രത്ന സ്റ്റാറ്റസിനകത്ത് കാറ്റഗറി 1 സ്റ്റാറ്റസിലൊരു കമ്പനി കൂടിയാണ്. ഇതിൻ്റെ കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ കിടക്കുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ MNRE ആണ് ഇവരുടെ ഒരു പാരൻ്റൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആധാറാണ്. ആധാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതൊരു ഡോക്യുമെൻ്റ് ഓഫ് കാർഡ്, ഒരു പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ ബർത്ത് ഡേറ്റോ അല്ല, പക്ഷേ ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്നും പറഞ്ഞുകൊണ്ട് റീസെൻ്റ്ലി യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തുനിന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആധാർ കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തന്നെ ഈ ഒരു ഡിക്ലറേഷൻ കാണാൻ പറ്റും. ഇതൊരു പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ പറ്റുന്നൊരു രേഖയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ജനന തീയതി തെളിയിക്കാനുള്ള രേഖയുമല്ല എന്നിപ്പോൾ യൂണിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട്, ഒരാളുടെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ഇത് കൊണ്ടു നടക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1-നകത്ത്, ഇതിനകത്ത് 19 എന്നാണ് എഴുതിയിരിക്കുന്നത്, പേജ് 1-നകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ആധാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ആധാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു 12 ഡിജിറ്റ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇത് നമ്മുടെ ബയോമെട്രിക്സിനെയും അതുപോലെ തന്നെ നമ്മുടെ
മറ്റുള്ള ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു നമ്പർ കിട്ടുന്നത്. അത് പ്രൂവ് ചെയ്യുന്ന, നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആധാർ എന്ന് പറയുന്നത്. അതൊരു 12 ഡിജിറ്റ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ UIDAI എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റൽ ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് ഇന്ത്യയിലെ റെസിഡൻസിനാണ്, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിഡൻറ്റ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സിറ്റിസൺ എന്നല്ല പറയുന്നത്, റെസിഡൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ റെസിഡൻസും ഇന്ത്യൻ പൗരന്മാരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ്. കാരണം ഒരാളുടെ ബയോമെട്രിക് ആൻഡ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആൾക്കാരുടെ ബയോമെട്രിക് ഡീറ്റെയിൽസും ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ്റെയും ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ ഇതൊരു പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ബർത്ത് ഡേറ്റോ അല്ല. സോ ഈ ആധാർ എന്ന് പറയുന്ന പ്രോഗ്രാം 2009 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ DAI-യിലൂടെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഒരു ഇന്ത്യയിലുള്ള എല്ലാ റെസിഡൻസിനും ഒരു യുണീക്കായിട്ടുള്ള വെരിഫയബിൾ ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ സബ്സിഡിയൊക്കെ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലേക്ക് അല്ലെങ്കിൽ സബ്സിഡിയിലൂടെ വരുന്ന ചോർച്ചയൊക്കെ ഒഴിവാക്കാനും സബ്സിഡി നേരിട്ട് അതിനെ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബേസ് ആയിട്ടാണ് ആധാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ UIDAI അല്ലെങ്കിൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യം കൂടി ഒന്ന് നോക്കുക. ഇത് 2009 ഈ UIDAI എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷേ 2009 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ കീഴിൽ ഒരു അറ്റാച്ച്ഡ് ഓഫീസായിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷേ പിന്നീട് ആ സമയത്ത് ഈ ആധാർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റിനും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നീട് 2016 ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ആധാർ ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സബ്സിഡീസ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം 2016 പാസ്സാക്കുന്നുണ്ട്. അത് കോമൺലി ആധാർ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. സോ അപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആധാർ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനും അതുപോലെ തന്നെ അത് ഇഷ്യൂ ചെയ്യുന്ന ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കൊടുക്കുന്നത്. സോ അപ്പോൾ ഈ നിയമത്തിലൂടെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവർ പ്രവർത്തിക്കുന്നത് മെയ്ത്തിയുടെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്ലിം ആണ്. ഓക്കെ, സോ സ്ലിം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ജപ്പാൻ്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള JAXA ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂൺ ലാൻഡിങ് മിഷനാണ് സ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഇവർ സക്സസ്ഫുള്ളായിട്ട് മൂണിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതോട് കൂടിയിട്ട് ഇത്തരത്തിൽ മൂണിൻ്റെ സർഫസിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന 5ാമത്തെ രാജ്യമായിട്ട് ജപ്പാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സ്ലിമ്മിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഇതിനെക്കുറിച്ചൊരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്ലിമ്മിൻ്റെ പ്രധാനപ്പെട്ട യുണീക്ക്നെസ് ആയിട്ട് അന്ന് നമ്മൾ സ്ലിമ്മിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇതിന് അവരൊരു തരത്തിലൊരു സ്പേസ് സ്നൈപ്പർ എന്നുള്ള രീതിയിലൊക്കെയാണ് സ്ലിമ്മിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം സാധാരണഗതിയിൽ ഈ മൂണിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന മിഷൻസ് അവർ ലാൻഡിങ് സൈറ്റായിട്ട് തീരുമാനിക്കുക വളരെ വലിയൊരു ഏരിയയാണ്. കാരണം എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നോർമലി അത് കിലോമീറ്ററുകളോളം വിസ്താരമുള്ള വലിയ ഏരിയ ആയിരിക്കും. പക്ഷേ സ്ലിമ്മിൻ്റെ കേസിൽ വളരെ ചെറിയ ഒരു ഏരിയയിൽ ഒരു 100 by 100 പാച്ച് ഓഫ് ലാൻഡിൽ വളരെ കുഞ്ഞു സ്ഥലത്താണ് ഇത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വെറും 50 മീറ്റർ എന്തോ മാറിയിട്ടാണ് ഇപ്പോൾ ഇത് ലാൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പിൻ പോയിൻ്റ് ആക്യുറസിയിലാണ് ഇത് ലാൻഡ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് വളരെ കുഞ്ഞൻ സ്പേസ് ക്രാഫ്റ്റാണ്. നമ്മുടെ ചന്ദ്രയാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ചന്ദ്രയാൻ ഒരു 3000 കിലോഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്ന പേലോഡായിരുന്നു ചന്ദ്രയാനിൽ ഉണ്ടായിരുന്നത്. ഇത് വെറും 500ഓളം കിലോഗ്രാം മാത്രമാണ് ഇതിൻ്റെ പേലോഡ് വരുന്നത്. അപ്പോൾ വളരെ ചെറിയ ഒരു പേലോഡാണുള്ളത്. അതുപോലെ തന്നെ ഈ സ്ലിം എന്ന് പറയുന്ന മിഷൻ ലോഞ്ച് ചെയ്യാൻ ഇവർക്ക് വന്നിട്ടുള്ള ചിലവും വളരെ കുറവാണ്. അതായത് വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരതിന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണ് ഇതതിൻ്റെ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു മിഷനായിരുന്നു സ്ലിം. അപ്പോൾ സ്ലിമ്മിന് ഇത്തരത്തിലൊരു പിൻ പോയിൻ്റ് ആക്യുറസിയോട് കൂടിയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റാനുള്ള ഒരു കാരണം ഈ ചന്ദ്രയാൻ ഇതിനെ ഈ മൂൺ ലാൻഡറിനെ പിൻ പോയിൻറ്റ് ലാൻഡിങ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ജപ്പാൻ ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ന്യൂസ് വന്നേക്കുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സ്ലിമ്മിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് ജാപ്പനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അല്ലെങ്കിൽ ജപ്പാൻ്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള JAXA സെപ്റ്റംബർ 7, 2023 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ മിഷൻ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസം എടുത്തിട്ടാണ് മൂണിലെത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ മിഷനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെക്കാട്ടിലൊരു 4 ഇരട്ടി കൂടുതൽ സമയം എടുത്തിട്ടാണിത് മൂണിലെത്തിയിട്ടുള്ളത്. അപ്പോൾ സ്ലിമ്മിൻ്റെ
എയിംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഇത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ലൂണാർ ലാൻഡിങ് കേപ്പബിലിറ്റീസ് കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു 100 മീറ്റർ വിസ്താരമുള്ള വളരെ ചെറിയൊരു സ്ഥലത്താണ് ഇത് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ ചന്ദ്രനിലുള്ള ഒരു ഷിയോലി ക്രൈറ്റർ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, അവിടെയാണ് ഇത് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 2 ചെറിയ റോവേഴ്സ് ഉണ്ട്, ഒരു LEV-1ഉം LEV-2ഉം. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൂണാർ സർഫസ്, ലൂണാറിൻ്റെ ടെമ്പറേച്ചർ, റേഡിയേഷൻ, അതുപോലെ തന്നെ പറ്റുമെങ്കിലും മൂണിൻ്റെ മാൻഡിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് ഈ സ്ലിമ്മിൻ്റെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ മദർ ക്രാഫ്റ്റിൻ്റെ സോളാർ പാനൽസ് വെസ്റ്റ് വേർഡ്സ് തിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് ബാറ്ററിന് റീചാർജ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഈ സണ്ണിൻ്റെ റേസ് ആ ഭാഗത്തേക്ക് കിട്ടുമ്പോഴേക്കും 1-2 ആഴ്ച എടുക്കും, അതുകൊണ്ട് ടൈം എടുക്കും എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളും ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ സ്ലിം സോഫ്റ്റ് ലാൻഡ് ചെയ്തതോട് കൂടിയിട്ട് ഇത്തരത്തിൽ 3 സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന 5ാമത്തെ രാജ്യമായിട്ട് ജപ്പാൻ മാറിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റാറ്റ് ഹോൾ മൈനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ഈ റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലാ കാലത്തും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വാർത്തകളിൽ വരാറുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ടണൽ കൊളാപ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ റാറ്റ് ഹോൾ മൈനേഴ്സിനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ വളരെ പ്രവലൻ്റ് ആയിട്ടുള്ളൊരു മൈനിങ് പ്രാക്ടീസാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ളൊരു മൈനിങ് പ്രാക്ടീസാണ്. അപ്പോൾ ഇപ്പോഴും അത് ന്യൂസിൽ വരാനുള്ള കാരണം ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ്. നാഗാലാൻഡിലെ റാറ്റ് ഹോൾ മൈനിങ്ങിൽ ഇടയ്ക്ക് അവിടെ തീ പിടിച്ചിട്ട് ഒരു 6ഓളം ഈ മൈനിങ് ജോലിക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ റാറ്റ് ഹോൾ മൈനിങ്ങിനെ കുറിച്ചും അതിൻ്റെ റിസ്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നത്. സോ റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയുന്നത് ഒരു വളരെ, അതായത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റാറ്റ് ഹോൾ എന്ന് പറയുന്നത് പോലെ വളരെ കുഞ്ഞു തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് മൈനിങ് നടത്തുന്നതാണ് റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാറ്റ് ഹോൾ മൈനിങ്ങിനകത്ത് ബേസിക്കലി 2 തരത്തിലുള്ള മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന്, ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹിൽ സ്ലോപ്പ് ആണെങ്കിൽ ഈ ഹിൽ സ്ലോപ്പിൽ ഹൊറിസോണ്ടലായിട്ട് ചെറിയ ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഒരാൾക്ക് കഷ്ടിച്ച് കയറി പോകാൻ പറ്റുന്ന ഒരു 3 അടിയോ 4 അടിയോ മാത്രം വിസ്താരമുള്ള അല്ലെങ്കിൽ ഹൈറ്റുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ പോയി ഈ കോൾ ബ്ലോക്കുകൾ കണ്ടെത്തി ഈ കോൾ എക്സ്ട്രാക്ട് ചെയ്ത് പോകും. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വേർട്ടിക്കലായിട്ട്, അതായത് ഭൂമിയിലേക്ക് അത്യാവശ്യം വലിയ വിസ്താരത്തിൽ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ നിന്ന് ഇത്തരത്തിൽ ഹൊറിസോണ്ടലായിട്ട് തുരങ്കങ്ങൾ ഉണ്ടാക്കി പോയിട്ട് മൈനിങ് നടത്തും. അപ്പോൾ ഇത്തരത്തിൽ മൈനിങ് നടത്തുന്നതുകൊണ്ട് തന്നെ, ഇത്തരത്തിൽ വളരെ കുഞ്ഞ് ഹോൾസ് ഉണ്ടാക്കി മൈനിങ് നടത്തുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവരുണ്ടാക്കുന്ന ഈ ടണൽസ് ഒന്നും റീഎൻഫോഴ്സ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഇത് തകർന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് രക്ഷപ്പെട്ടു പോരാനുള്ള ഇതും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ ചെറിയ തുരങ്കങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ ടണൽസ് ആണ് ഇവർ നിർമ്മിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ വലിയ രീതിയിൽ ചൈൽഡ് ലേബർ ഉപയോഗിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് വളരെയധികം ഇത് കാണപ്പെടുന്നത്. അതിൽ തന്നെ എസ്പെഷ്യലി മേഘാലയയിലാണ് ഇത് ഏറ്റവും അധികം കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ വലിയ റിസ്ക് ആയതുകൊണ്ടും വലിയ ഇതിൽ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷന് കാരണമാകുന്നതുകൊണ്ട് 2014 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാനിനെ ചോദ്യം ചെയ്തുകൊണ്ട് മേഘാലയ ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതിയെ സമീപിക്കുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഈ റാറ്റ് ഹോൾ മൈനിങ്ങിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സേഫ്റ്റി ഹസാർഡ്സ് ആണ്. അതായത് ഒട്ടും തന്നെ ആളുകളുടെ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരു മെത്തേഡ് ഓഫ് മൈനിങ് ആണ്. ഇത് വളരെ ക്രൂഡായിട്ടുള്ള മെത്തേഡ് ഓഫ് മൈനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. രണ്ടാമത്തത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനാണ്. അതായത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ മൈനിങ്ങിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഇവർ വാട്ടർ സോഴ്സസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. പാസിഡിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ഇതിൽ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഇത് കാരണമാകുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് റെഗുലേറ്ററി ചാലഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് ലേബർ ഇതിനകത്ത് വലിയ ഇതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത് പ്രവലൻ്റ് ആയിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലുള്ള ഹില്ലി ഏരിയാസിലുള്ള കോളിൻ്റെ സീംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോളിൻ്റെ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. അപ്പോൾ ഇത് വലിയ രീതിയിൽ മൈനിങ് നടത്തി കഴിഞ്ഞാൽ ഇതൊരിക്കലും ഫീസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൈനിങ് നടത്തുന്നതെന്ന് പറയാം. എക്കണോമിക് വയബിലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് ഒരു വയബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ലിവ്ലിഹുഡ് കിട്ടാത്തതുകൊണ്ട് അവരിത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസാണ്. അത് കെനിയയാണ്. സോ കെനിയ എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ ഇന്ത്യൻ ഓഷൻ്റെ കോസ്റ്റലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഇവരുടെ ക്യാപിറ്റൽ നെയ്റോബിയാണ്. നെയ്റോബിയെക്കുറിച്ച് നമ്മളിതിനു മുമ്പ് പ്ലേസസ് ന്യൂസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവരുടെ ബോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്ത് വെസ്റ്റിലായിട്ട് സൗത്ത് സുഡാനും അതുപോലെ തന്നെ നോർത്തിലായിട്ട് എത്യോപ്യയും അതുപോലെ
ഈസ്റ്റിലായിട്ട് സൊമാലിയ, വെസ്റ്റിലായിട്ട് ഉഗാണ്ട, അതുപോലെ സൗത്തിലായിട്ട് ടാൻസാനിയ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റിലായിട്ട് ഇന്ത്യൻ ഓഷൻ എന്നീ പ്രദേശങ്ങളാണ് ഇവരുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി കെനിയയുടെ കേസിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, കെനിയക്ക് നമ്മുടെ നെയിൽ റിവറിൻ്റെ ഒക്കെ ഒറിജിൻ ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ലേക്ക് വിക്ടോറിയയുടെ ചില ഭാഗങ്ങൾ കെനിയയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ കെനിയയിലെ ഇപ്പോഴത്തെ നിലവിലെ ഏറ്റവും വലിയ അവരുടെ സിറ്റി എന്ന് പറയുന്നത് നെയ്റോബി ആണെങ്കിലും അവരുടെ ഹിസ്റ്റോറിക്കലി ഏറ്റവും പഴക്കം ചെന്ന സിറ്റിയും അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റിയും എന്ന് പറയുന്നത് മോംബാസയാണെന്നും അറിഞ്ഞിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.